ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. 2024 ഈ ഒരു വർഷം തീരാനായിട്ട് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തുകൊണ്ട് ഒരു ഫ്രണ്ട്സ് ഗെറ്റ് ടുഗദർ ആയിക്കൂടാന്ന്. അങ്ങനെ ഇന്ന് ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിന് അവരുടെ ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവധി കിട്ടിയത് കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം അവർ എല്ലാവരും ഒരുങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പം അതിന് മുന്നേ ആയിട്ട് ഞാൻ ഞങ്ങളുടെ വീട്ടിലെ ടേബിളും അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവുമോ എന്നെനിക്ക് ഉറപ്പില്ല. എന്നാൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുത്തിട്ടിട്ടുണ്ട്. ഈ ഒരു വർഷം എനിക്ക് ഞങ്ങളുടെ ഫാമിലിക്ക് ഒരുപാട് നല്ല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ വിഷമകരമായ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ദൈവം സഹായിച്ച് വലിയ കുഴപ്പമില്ലാണ്ട് ഈ വർഷം പോയി. അപ്പോൾ നമുക്ക് ഡെക്കറേഷൻ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഞാനിവിടെ ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ക്രിസ്മസ് ട്രീ ഒക്കെ അച്ചാച്ചൻ്റെ ഉത്തരവാദിത്വമാണ്. ക്രിസ്മസ് ട്രീ വരുന്നുണ്ട്, അത് ഹാഫ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, ബാക്കിയുടെ സെറ്റ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൽ ലൈറ്റൊക്കെ ആഡ് ചെയ്യാനുണ്ട്. ടേബിളിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ടേബിൾ കവറിൻ്റെ മുകളിലേക്ക് വേറൊരു റെഡ് കളർ ഷീറ്റ് വിരിച്ചിട്ട് അതിന് മുകളിലാണ് റണ്ണർ ഇട്ടിരിക്കുന്നത്. ശരിക്കും ഈ ഒരു റെഡ് വരുമ്പം റെഡിൻ്റെ മുകളിൽ ഗ്രീനോ അല്ലെങ്കിൽ വൈറ്റ് കോമ്പിനേഷൻ വന്നാലേ അതൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ. എനിക്ക് റെഡ് മാത്രമേ കിട്ടിയുള്ളൂ. ഗ്രീൻ കളർ റണ്ണർ എനിക്ക് കിട്ടിയില്ല അവസാന സമയമായപ്പോൾ. അപ്പോൾ കിട്ടിയത് വെച്ചാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മേടിക്കുന്ന ക്രിസ്മസ് ബോൾസ് ആണ്. ഇത് ഗോൾഡൻ കളറും റെഡ് കളറുമാണ് എൻ്റെ ഉണ്ടായത്. അതിങ്ങനെ ഈ പച്ച കളറിൻ്റെ മുകളിലേക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് കൊടുത്ത് നമുക്ക് പൈൻ കോൺസ് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഈ ഒരു പാക്കറ്റിൽ ഒരു 8-9 പൈൻ കോൺസാണ് ഉണ്ടായിരുന്നത്. നമുക്കുള്ളത് വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആ ഒരു തീം വരുത്താമെന്ന് മാത്രം. അടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ബീഡ്സ് സ്ട്രിങ് വെച്ചിട്ടാണ്. ഗോൾഡൻ കളറിൻ്റെ ബീഡ്സിൻ്റെ സ്ട്രിങ് ആണ് എൻ്റെ ഉള്ളത്. 2 എണ്ണമാണ് ഉള്ളത്. ഇപ്പോൾ 2 എണ്ണം വെച്ചിട്ട് നമുക്ക് ഈ ഒരു ടേബിളിൻ്റെ ഈ അറ്റം തൊട്ട് അങ്ങ് അറ്റം വരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടിയത് കുറച്ച് റെഡ് ഫ്ലോട്ടിംഗ് ക്യാൻഡിൽസ് ആണ്. ഇതിൻ്റെ അകത്ത് കുറച്ചേറെ ക്യാൻഡിൽസ് ഉണ്ടായിരുന്നു കേട്ടോ. അടുത്ത് നമ്മൾ ഈ റിബൺ വെച്ചിട്ട് ചെയർസിലേക്ക് ബോസ് ആഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ ബോസ് ആഡ് ചെയ്തിട്ട് അതിന് ബാക്കി വന്നിട്ടുള്ള റിബൺ വെച്ചിട്ട് നമുക്ക് ടേബിളിലേക്ക് സെറ്റ് ചെയ്യാനും പറ്റും. ഇനി നമുക്ക് ടേബിൾ ഡെക്കറേഷൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് എൻ്റെ കൊച്ചു ഡെക്കറേഷൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഡെക്കറേഷൻസൊക്കെ കംപ്ലീറ്റ് ആയപ്പോഴേക്കും ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വരാൻ തുടങ്ങി. അപ്പം ഈ ഡെക്കറേഷൻസൊക്കെ കാണുമ്പോഴേക്കും അവരുടെ മുഖത്ത് വരുന്ന ആ ഒരു എക്സ്പ്രഷൻ ഞാനിവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഇന്നത്തെ പരിപാടി ഞങ്ങൾ അങ്ങോട്ട് തുടക്കം കുറിച്ചിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ പിടി റെഡിയാക്കാൻ വേണ്ടി പോയി. എല്ലാവരും കൂടെ കൂടിയതുകൊണ്ട് ഈ ഒരു പരിപാടി നല്ല രസമായിരുന്നു. അതുപോലെ പെട്ടെന്ന് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റും ആയി. ഇനി നമ്മൾ ക്രിസ്മസ് ഗിഫ്റ്റ്സ് എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാണ്. എന്റെ ക്രിസ്മസ് ഫ്രണ്ട് ടുട്ടി ചേട്ടായിരുന്നു.
എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടിയതിന് ശേഷം എല്ലാവരും ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കുവാണ് എന്തൊക്കെയാണ് കിട്ടിയതെന്ന്. പിന്നെ എനിക്ക് ക്രിസ്മസ് കാർഡ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. ക്രിസ്മസ് കാർഡ്സ് എന്നല്ല, എന്തൊരു കാർഡായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ കളക്ഷൻ തന്നെയുണ്ട്. ആരും എനിക്ക് തരുന്ന കാർഡാണെങ്കിലും ഞാനൊന്നും കളയാറില്ല, എല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഞാൻ നല്ല വില കൊടുക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് കാർഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ പിന്നെ ഒരു ആവേശം തന്നെയായിരുന്നു കേട്ടോ, എല്ലാവരും അവനവൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റ് പൊട്ടിക്കുക. അതൊരു സന്തോഷമായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. പിന്നെയാണെങ്കിൽ ഞങ്ങളൊരു ബഡ്ജറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ക്രിസ്മസ് ഗിഫ്റ്റ് 50 യൂറോസിന് താഴെ ഉള്ളത് മേടിക്കാൻ പാടുള്ളൂ, അതിൻ്റെ മുകളിലേക്ക് മേടിക്കരുതെന്ന്. പക്ഷേ ക്രിസ്മസ് കാർഡ്സ് മസ്റ്റാണ്, എല്ലാവരും കാർഡ് മേടിച്ചിരിക്കണം, അതിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളത് നിർബന്ധം വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും അവനവൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട്, നല്ല സന്തോഷം പങ്കിട്ടുകൊണ്ടിരിക്കുവാണ്. എന്നിട്ടും ഞങ്ങളുടെ അരുണിൻ്റെ ഗിഫ്റ്റ് മാത്രം ഇതുവരെ പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല. അവൻ കുറേ നേരം ട്രൈ ചെയ്തു, അവസാനം എല്ലാവരും കൂടെ കൂടിയിട്ടാണ് അതിൻ്റെ അകത്തൊരു തീരുമാനം ഉണ്ടാക്കിയത്. അങ്ങനെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. ഓരോ ഫാമിലി ഓരോ ഫുഡ് ഐറ്റം വെച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. താറാവ് റോസ്റ്റ്, പിരി, ചിക്കൻ സ്റ്റൂ, ബീഫ് ഫ്രൈ, ബീഫ് റോസ്റ്റ്, പിന്നെ പാലപ്പം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ലിവിങ് റൂമിലേക്ക് പോയി. അവിടെ പിന്നെ പാട്ടായി, ഡാൻസായി. അങ്ങനെ ഡാൻസ് പാട്ടൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ ഇനി പൂത്തിരി കത്തിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ കളിയും ചിരിയും തമാശകളും ഒക്കെ ആയിട്ട് ഇന്നത്തെ ഈവനിങ് നന്നായിട്ട് സ്പെൻഡ് ചെയ്തു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളൊക്കെ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ ദിവസങ്ങളാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ബൈ ബൈ.